ഗൈസ് ഇനി നമുക്കൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ മൈ ലൈഫായിട്ട് ഫുള്ള് എടുക്കുന്നില്ല, കുറച്ച് മാത്രം എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് മാത്രമായിട്ട് കോളേജിൽ പോകുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നല്ല, ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ ടൈമുണ്ട്. അപ്പം ഞാൻ ഈ ടൈമിൽ ഫോൺ കുത്തിയിട്ടാലേ എനിക്ക് പോകുന്നതിന് മുമ്പ് ചാർജ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ ഫോൺ കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ടൈമൊക്കെ ഉണ്ട് ഫോൺ കുത്തിയിടാൻ, അപ്പം അതുകൊണ്ട് കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കോളേജിൽ പോകാൻ. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്കിനി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങാം. സൺസ്ക്രീൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് പിരികം ഒന്ന് ഷേപ്പ് ചെയ്തായിരുന്നു. സാധാ ഞാൻ പിരികം ഷേപ്പ് ചെയ്യുന്ന ഇച്ചിരി വീതിയിലാണ്, ഇച്ചിരി ചെറുതായിപ്പോയി. കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. നമുക്ക് പോയിട്ട് കോളേജിലേക്ക് പോകാനുള്ള ഇതൊക്കെ റെഡിയാക്കാം. ഒരാൾ പുറകിലുണ്ട്, ആൾ ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയാണ് ഗൈസ്. ഒരാൾ ഇപ്പോൾ വരും. ഒരാളവിടെ പോയി വന്നു അടുത്ത ആൾ വന്നു. അപ്പോൾ ഗൈസ് നമുക്ക് പോയിട്ട് ഒരുങ്ങിയിട്ട് വരാം, എന്നിട്ട് വരാം. ഗൈസ് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 2 എണ്ണങ്ങൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടു, 2 പേരും അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. ഞാൻ ഫോണിന് റീല് കണ്ടിരിക്കട്ടെ ഗൈസ്. നമ്മളൊരു മുറുക്ക് തിന്നു. ഇന്നലെ ഓർഡർ ചെയ്ത സാധനമാണിത്. ഇവിടെ തിന്നിട്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ തന്നാണ്. ഉടുക്കത്തില്ല, നല്ല എരിവുണ്ട് ഗൈസ്. ഇത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല, കഴിച്ചിട്ട് ഇറക്കി കഴിയുമ്പോഴാണ് എരിവ് കാണുന്നത്. ചോളോച്ചപ്പിൻ്റെ അവരൻ. ഇനി ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 9:02 ഇനി ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകണം. ഇവിടെ നടക്കാനുണ്ട്. ഒരാൾ ഇവിടുന്ന് റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ക്ലാസ്സിൽ പോകണമെന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കോളേജിലേക്ക്. ഇതിൻ്റെ സാസ്കി ഉണ്ടാക്കിയ മാലാഖയാണ് ഗൈസ്. ഇന്നലെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നാണ്. അപ്പം ഞാനത് ബൈബിളിൻ്റെ മുകളിലേക്ക് വെച്ചു ഗൈസ്. ഈ മല കയറാനാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം. ഇത് ഒടുക്കത്തൊരു മലയായിപ്പോയി. ഇത് കയറി ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ കിതച്ച് പണ്ടാറടങ്ങിയിട്ടുണ്ടാവും. കഴിച്ചതൊക്കെ ദഹിച്ച് പോവും. അത്രയ്ക്ക് നല്ലൊരു കയറ്റമാണ്. ഗൈസ് അങ്ങനെ നമ്മൾ വിജയപൂർവ്വം നമ്മളുടെ ക്ലാസ്സിലെത്തിയിരിക്കുന്നു. ഇവിടെ സാസ്കി വന്നപ്പോൾ തന്നെ ഫോണിലാണ് കളിക്കുന്നത്. അവൾക്ക് ഫോണില്ലാത്തൊരു ജീവിതം, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. വരെ ടൈം ആവുന്നുള്ളൂ എല്ലാവരും. അപ്പോൾ അത് കാണിച്ചു തരാവേ. ഇത്ര പേരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. സന്ധ്യ ഒരു ഹായ് കാണിക്കൂ. രമ്യ എത്ര ദിവസം എവിടെയായിരുന്നു രമ്യ? എൻ്റെ കൊച്ചിന് വയ്യായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് വയ്യായിരുന്നിരുന്നത്. 2 ദിവസം കൊച്ച് ലീവായിരുന്നു. ദേവ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ബുക്ക് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ക്ലാസ് മാറി പോകുന്നു. ശരിക്കും ഇതല്ല ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പുറത്താണ്. അവിടെയാണ് ഞങ്ങളുടെ കോളേജുള്ളത്. പക്ഷെ അവിടെ ഇച്ചിരി സൗകര്യങ്ങൾ കുറവായതിനാൽ ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറ്റിയാണ്. അതെ, ഇപ്പോൾ ഞങ്ങളിനി അപ്പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇനി കുറച്ച് നടക്കുവാണ്, ഞാൻ കാണിച്ചിട്ട് നടക്കുന്നു. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോകണം. ഞങ്ങളുടെ കോളേജ്, ശരിക്കുള്ള ഞങ്ങളുടെ കോളേജ് ഞങ്ങൾ കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്കൂള്. ഈ സ്കൂളിൽ ഒരു സ്ഥലം മാത്രം ഞങ്ങൾക്കായിട്ട് ഇതാ ഞങ്ങളുടെ ആശ്ലി കീർത്തന. അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ കോളേജ് ഉള്ളിൽ. ഗൈസ് ഞങ്ങൾക്കിപ്പം അഡ്മിഷനൊക്കെ നടക്കുന്നുണ്ട്. ക്ലാസ് തന്നെ ഇല്ല, ഞങ്ങളിവിടെ വെറുതെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും ഇതുണ്ടോ, എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. ഞങ്ങൾക്ക് അവിടെ ക്ലാസ്സൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ കാർത്തികണ്ണനാണ് ഞങ്ങളുടെ ക്ലാസ് ലീഡർ. ഞങ്ങൾക്ക് 30-ാം തീയതി നാടകമാണ്, പക്ഷെ ഞങ്ങൾ ആരും ഒന്നും പഠിച്ചില്ല ഗൈസ്. അപ്പോൾ ഇന്ന് അധികം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചേർത്തില്ലല്ലോ, എല്ലാവരും ചേർക്കാം. ഞാൻ ഇതാ പിൻസിയ എല്ലാവരും ചേർത്തിട്ട് ഞങ്ങളുടെ HD എണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.